പ്രിയമുള്ളവരെ നമസ്കാരം. മുസ്തഫയാണ്, മുസ്തഫ കുന്നത്ത്. ജീവിതത്തിൽ അത്യാവശ്യമില്ലാത്ത ചില ആഗ്രഹങ്ങളാണ് പല മാനസിക സമ്മർദ്ദങ്ങൾക്കും കാരണമായി തീരുന്നത്. നമുക്ക് ആഗ്രഹമുള്ള വസ്തുക്കളെ പ്രധാനമായും മൂന്നായി തരംതിരിക്കുക: അത്യാവശ്യമായിട്ടുള്ളത്, ആവശ്യമായിട്ടുള്ളത്, അനാവശ്യമായിട്ടുള്ളത്. ഇതിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നമുക്ക് കഴിയുന്നില്ലെങ്കിൽ മറ്റുള്ള അഭ്യുദയകാംക്ഷികളോട് സഹായം അഭ്യർത്ഥിക്കാം. അവശ്യകാര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം സമ്പാദ്യത്തെ മാത്രം ആശ്രയിക്കുക, മറ്റുള്ളവരോട് കൈനീട്ടാതിരിക്കുക. എന്നാൽ അനാവശ്യ കാര്യങ്ങൾ നടത്താൻ വേണ്ടി പോലും മനുഷ്യർ യാചിക്കുന്നത് സർവ്വസാധാരണമായി കണ്ടുവരുന്നുണ്ട്. യാചന ഒരിക്കലും ഒരു ലാഭക്കച്ചവടമല്ലെന്ന് നോക്കുക. ഒരു യാചകനും മനസ്സമാധാനത്തോടെ മരണപ്പെട്ടിട്ടില്ല. മറ്റുള്ളവൻ്റെ സമ്പാദ്യങ്ങളിലേക്ക് കണ്ണും നട്ട് അത്യാഗ്രഹത്തിൻ്റെ കവാടങ്ങളും തുറന്നു വെച്ച് അലച്ചിൽ മാറാത്ത ജീവിതവുമായി, കുടുസായ മനസ്സുമായി, തൃപ്തിയില്ലാത്ത മനസ്സുമായിട്ടായിരിക്കും അവർ ഓരോ ദിനരാത്രങ്ങളും തള്ളി നീക്കുന്നത്. നമുക്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് താമസിച്ചാണെങ്കിലും അവ നമ്മിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. നമുക്ക് വിധിച്ചിട്ടില്ലാത്തതും ലഭിച്ചിട്ടില്ലാത്തതുമായതിനെ ഓർത്ത്, മറ്റുള്ളവർ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളെ ഓർത്തോ മാനസികമായി ദുർബലപ്പെടാതെ ഉള്ളതിൽ സംതൃപ്തി കാണിച്ച് ജീവിക്കുക. ജീവിതം മനോഹരമായി തീരും. നന്ദി, നമസ്കാരം.